സി ജെ റോയിയുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ ഇങ്ങനെ ഊഹാപോഹങ്ങളായൊക്കെ പലയിടത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോൾ ഇതിന്റെ താഴെ വന്ന് കുറേ സി ജെ റോയിയെ വെള്ളപൂശാനും അല്ലെങ്കിൽ ഇതിന്റെ കാര്യം കൃത്യമായി അറിയാത്ത പല വിഡ്ഢികളും വന്ന് മോശം കമന്റുകൾ ഇട്ട് ഒക്കെ പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സി ജെ റോയിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഒരുപാട് പേരിൽ നിന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓരോ വാർത്തകൾ ചെയ്യുന്നത്. അതിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി എന്നെ എയറിലേക്ക് പലരും കയറ്റി വിട്ടിരുന്നു. ഇപ്പോഴും താഴെ ഇറങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കുറച്ചുകൂടി കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മജു ജേക്കബ് എന്ന് പറയുന്ന ഒരു എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരോ അല്ലെങ്കിൽ ദുബായിലോ ഇവിടെ താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഈ റോയിയും പിന്നെ നമ്മുടെ നമ്പൂതിരിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു ആള് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹം കൃത്യമായി പൂർണ്ണമായും അതിൽ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത് ആ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അപ്പം ഇദ്ദേഹം അതിൽ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. നമ്മളത് ക്ലാരിറ്റി വരുത്താനായി ഈ മജു ജേക്കബിന്റെ പെർമിഷൻ ഇല്ല, പക്ഷെ എങ്കിൽ പോലും നമ്മൾ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം നമ്മളിവിടെ ആ ഓഡിയോ നമ്മളിവിടെ കേൾപ്പിക്കുന്നു. ലത മാഡവും റോയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും ഒരു ചെറിയ റൂമർ ഞാൻ കുറെ വീഡിയോസിലൊക്കെ കേട്ടു. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? അതിന് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ എൻ്റെ അറിവിൽപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. ഇവർക്കൊരു റിസോർട്ട് ഉണ്ടായത്, റിസോർട്ടിൽ ക്ലബ് ഹൗസും അതൊക്കെ 3rd ലൈനിലേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് റോയിയുടെ ഐഡിയ ആയിരുന്നു. അത് നല്ല ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഒഫീഷ്യൽ റെയ്ഡ് ഉണ്ടാകുന്ന സമയത്ത് ഞാനത് പറയുന്നില്ല, അത് ആ റെയ്ഡിൽ അവിടെ ഇവിടെ തൊടാതെ എന്ന് പറഞ്ഞാലും ഒരു സസ്പീഷ്യസ് ഇഷ്യൂ ഉണ്ടാവുന്നു. അത് നമ്പൂതിരി സാറിന്റെ കഴിവാകാം, അല്ലെങ്കിൽ നമ്പൂതിരി സാറിന്റെ അന്നത്തെ ബന്ധങ്ങളാകാം ബാംഗ്ലൂരിലെ. കാരണം ബാംഗ്ലൂരിൽ കേരളം പോലെ അല്ല. ബാംഗ്ലൂരിലെ പൊളിറ്റീഷ്യൻസും റിയൽ എസ്റ്റേറ്റുകാരും ഒഫീഷ്യൽസും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ബന്ധമല്ല, അത് എല്ലാം ഫൈനാൻഷ്യൽ ബന്ധങ്ങളാണ്. ആ ബന്ധത്തിന്റെ ബേസിൽ ആ കേസ് അന്ന് അവിടെ ഡിസോൾവ് ചെയ്യുകയും പക്ഷെ ദ നെക്സ്റ്റ് ഡേ ഈ സസ്പെൻഡ് ഫ്രം ദാറ്റ് ക്രിസ്റ്റൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പം അന്നോട്ട് പിന്നെ ആള് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ഇല്ല. The next day. Okay. Not same day, the next day. Okay. He is not a part of Crystal Group. റോയി, അതാണ് എനിക്കറിയാവുന്ന റോയി. പിന്നെയാണ് ഈ ഡോക്ടറും ഇതുമൊക്കെ വന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ നമ്പൂതിരിയെ അദ്ദേഹത്തിന്റെ ഫാമിലിയിലും അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ടെന്ന് പറഞ്ഞാൽ മറക്കേണ്ടത് മറച്ചുകൊണ്ട് എന്നാൽ ബോധ്യമാകേണ്ട രീതിയിൽ തന്നെ അദ്ദേഹം പറയുന്നുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സി ജെ റോയിയുടെ ഓഫീസിൽ ബി നിലവറയുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. 2, അതിന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഈ 35-ാമത്തെ വയസ്സിലെ 36 സാധാരണക്കാരനൊരു ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് പോലും സ്വപ്നം കാണാൻ സാധിക്കാത്ത സമയത്ത് റോയി അദ്ദേഹം തന്നെ പറയുന്ന ഒരു 50ഓളം ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഇന്റർവ്യൂലൊക്കെ റോയി പറയുന്നുണ്ട് 35-ാമത്തെ വയസ്സിൽ ഞാൻ ഫ്ലൈറ്റ് വാങ്ങിയെന്നാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിക്കുക, മജു ജേക്കബ് എന്ന് പറയുന്ന ആ യുവാവ് ചോദിക്കുന്നുണ്ട് ഇതിനുള്ള സോഴ്സ് എവിടെ നിന്നാണെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് സോഴ്സ് ഓഫ് ഇൻകം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇന്ന് വരെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. ഈ ചോദ്യം സാധാരണക്കാർ EDO IT വിഭാഗത്തിലുള്ളവരൊന്നും ചോദിക്കേണ്ട, സാധാരണക്കാർ ചോദിക്കേണ്ട എവിടെ നിന്നാണ് ഈ 35-ാമത്തെ വയസ്സിൽ ഇത് വാങ്ങാനുള്ള ഇൻകം എന്നുള്ളത്. അതൊരു ചോദ്യമല്ലേ, ഇതുവരെ എൻ്റെ ഒന്നും മൈൻഡിൽ പോലും പോകാത്തൊരു ചോദ്യമാണ്. അത് ശരിയല്ലേ, അതൊരു ചോദ്യമല്ലേ? അത് ചോദ്യമാണ്. എല്ലാ കാര്യങ്ങളിലും ദുരൂഹത ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ കാര്യങ്ങളിലും ചില ദുരൂഹതയാണ്. കാരണം ഈ നമ്പൂതിരിയും ഈ പറയുന്ന റോയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ നമ്പൂതിരിയെ ചതിച്ചിട്ടാണോ റോയി വളർന്നു വന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയണമല്ലോ. ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താ, ഈ സുഹൃത്ത് തന്നെ പറയുന്നത് ഈ റോയി വലിയ സമ്പന്നനാകുന്നത് ഈ കുടുംബത്തെ ചതിച്ചുകൊണ്ടാണ്. ഈ കുടുംബത്തെ എങ്ങനെ ചതിക്കുന്നത്? നമ്പൂതിരി എന്ന് പറയുന്ന വ്യക്തി ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നു. അത് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ ആയിരിക്കാം. അത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഫിനാൻസ് കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏൽപ്പിച്ചത് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്വന്തം ഭാര്യയാണ്. ആ സ്വന്തം ഭാര്യയുടെ അടുത്തും അതുപോലെ നമ്പൂതിരിയുടെ അടുത്തും റോയി വലിയ വിശ്വസനാണ്. ഓരോ ദിവസം തൻ്റെ ജോലി തുടങ്ങുന്നത് പോലും ഈ നമ്പൂതിരിയുടെ കാൽ തൊട്ട് വന്നിച്ച് വളരെ ഭക്തി ബഹുമാനത്തോടു കൂടിയൊക്കെ തുടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരാൾ പതിയെ ഒരു നമ്പൂതിരിയുടെ ഭാര്യയുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നു. ഈ നമ്പൂതിരികളുടെ പ്രത്യേകത അറിയില്ല, അവർ ഒരു സമൂഹത്തിൽ എപ്പോഴും ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. ഇതേ ഡയലോഗിന് ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ
പ്രത്യേകിച്ച് ഈ ബ്രാഹ്മണ വിഭാഗത്തിലുള്ളവർ വലിയ ഭയങ്കരമായി എക്സ്റ്റാബ്ലിഷ് ചെയ്ത് അവർ മുന്നിലേക്ക് വരില്ല. അവരെപ്പോഴും ഒതുങ്ങി ജീവിക്കാൻ ഭർത്താവിന്റെ മറവിലുമായിരിക്കും. പക്ഷെ ഭയങ്കര അവർ നല്ല ബുദ്ധിയുള്ള നല്ല കഴിവുള്ളവരൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ നമ്പൂതിരി സ്വന്തം ഭാര്യയെ ഇതെല്ലാം ഏൽപ്പിച്ചത്. കാരണം അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ CJ റോയിക്ക് മനസ്സിലാകുന്നുണ്ട് അവരെ ചാക്കിട്ടാൽ തൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തനിക്ക് സ്ഥാനക്കയറ്റം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തും നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് റോയി ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ പ്രവൃത്തി ചെയ്തുകൊണ്ട് പതിയെ പതിയെ റോയിക്ക് സ്ഥാനക്കയറ്റങ്ങൾ കിട്ടുന്നുണ്ട് ഔദ്യോഗിക തലത്തിൽ. ഇപ്പം ഒരു നോട്ടക്കാരൻ എന്ന നിലയിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പ്രൊജക്ട് മാനേജറാകാം, സെയിൽസ് മാനേജറാകാം. ഈ സെയിൽസ് മാനേജറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് പിന്നീട് സ്ഥലങ്ങൾ പോയി നോക്കി കണ്ടിട്ട് അത് ലാഭകരമായ വിലയ്ക്ക് വാങ്ങി രജിസ്റ്റർ ചെയ്യണം. എന്നിട്ടാണ് അവിടെ പിന്നീട് കൺസ്ട്രക്ഷൻ നടത്തേണ്ടത്. ഇത് ആരുടെ പേരിൽ വാങ്ങുന്നു? അതൊരു ഗ്രൂപ്പിൻ്റെ പേരിലോ കമ്പനിയുടെ പേരിലോ ആയിരിക്കണം. പക്ഷേ CJ റോയ് വാങ്ങിയതിൽ ഏറിയ പങ്കും സ്വന്തം പേരിലോ ബെനാമി പേരിലോ ആയിരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് തനിക്ക് സ്വന്തമാക്കാമെന്നുള്ള ഒരു ഐഡിയ കൂടി ഇയാൾക്കുണ്ടാകുമല്ലോ. തന്നെ പറഞ്ഞതുപോലെ എല്ലാവരും കാറ് വാങ്ങുന്ന പ്രായത്തിൽ എങ്ങനെയാണ് CJ റോയ് 36ാമത്തെ വയസ്സിൽ ഫ്ലൈറ്റ് വാങ്ങുന്നത്? നമുക്കറിയാം ഇപ്പം ഒരു ലാൻഡ് ക്രൂയിസറോ അല്ലെങ്കിൽ ബെൻസോ അതിനപ്പുറത്തേക്കുള്ള റോൾസ് റോയ്സോ ഒക്കെ വാങ്ങാൻ എത്ര കോടി രൂപ വേണം. പക്ഷേ ഫ്ലൈറ്റ് അങ്ങനെയാണോ? കോടികൾ. ഒരു 10-30 വർഷം മുമ്പുള്ള കാര്യമായിരിക്കും ഇത് പോകുന്നത്. 20 വർഷം മുമ്പ് ഒരാൾ പിന്നെ 20 വർഷം മുമ്പ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ ചിന്തയിൽ പോലും ഇല്ലാത്തപ്പോൾ ഞാനത് വാങ്ങി എന്ന് റോയി പറയുവാണെങ്കിൽ ഈ പറയുന്ന കറക്റ്റ് ഈയുടെ സോഴ്സ് എന്താണ്? ഇൻകമിൻ്റെ ഒരു സോഴ്സ് വേണമല്ലോ. നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വ്യവസായ പ്രമുഖൻ്റെ സഹായിയായിട്ട് അയാളുടെ ജോലിക്കാരനായിട്ട് നിൽക്കുന്ന ആൾക്ക് അത്രയും പൈസ കിട്ടുമോ? നേരായ മാർഗ്ഗത്തിൽ ജോലി ചെയ്ത് അത്രയും പൈസ കിട്ടില്ല. പിന്നെ നേരായ മാർഗ്ഗത്തിൽ അല്ലാതെ എന്തായാലും ഈ റോയി ഇയാളുടെ വിശ്വസനായപ്പോൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ റിസോർട്ടുകൾ നിർമ്മിക്കുന്നു, ക്ലബ് ഹൗസുകൾ നിർമ്മിക്കുന്നു. ഇങ്ങനെ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് റിസോർട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു ഔട്ട് ഹൗസ് പോലെയുള്ള ചെറിയ താമസിക്കാനൊക്കെ കഴിയുന്നുള്ള സൗകര്യം. നമ്മളിപ്പം ഈ പറയുന്ന സമ്പന്നരൊക്കെ തന്നെ ഔട്ട് ഹൗസുകൾ വീടിനോട് ചേർന്ന് ചെറിയ എന്ന് പറയുന്നത് ഇവിടെ പാർട്ടികൾ നടത്താം. അവരുടെ കള്ളുടി സംവിധാനങ്ങൾ കുടുംബക്കാരോ അവർക്ക് താല്പര്യമുള്ള സൗഹൃദക്കാരെയോ കൊണ്ടുവരാം. അതാണോ പെണ്ണോ ബന്ധങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളവരും അവരുടെ ഒരു സൗഹൃദ വലയത്തിൽ നമ്മളിപ്പോൾ ഉള്ള ക്ലബ്ബുകളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലയൺസ് ക്ലബ്ബ് അല്ലെങ്കിൽ റോട്ടറി ക്ലബ്ബ്, അപ്പോൾ ആ ഒരു വിങ്ങിലുള്ളവർ മാത്രമല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ വിങ്ങിലുള്ളവർക്ക് മാത്രം വരാനുള്ള വീടിനോട് ചേർന്നുള്ള അത് വീടിനോട് ചേർന്നോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ ഒരു റിസോർട്ടും ഈ ക്ലബ് ഹൗസും ഉണ്ട്. ഈ ക്ലബ് ഹൗസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വലിയ വലിയ പ്രമുഖരെ കൊണ്ടുവരാനൊക്കെ വേണം എന്ന് പറയുന്ന നമ്പൂതിരി അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴോ ഒരു പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഈ ക്ലബ് ഹൗസിൽ ഒരു റെയ്ഡ് നടക്കുന്നു. ഈ റെയ്ഡ് നടന്നപ്പോൾ ചില കാര്യങ്ങൾ കണ്ടതായിട്ടും ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. സസ്പീഷ്യസ് ആയ ചില കാര്യങ്ങൾ, അതായത് അത് തുറന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നില്ല, പക്ഷേ ആ കണ്ട കാര്യങ്ങൾ നമ്പൂതിരിയെ ഞെട്ടിച്ചു. അതായത് കാണരുതാത്ത രീതിയിൽ രണ്ടുപേരെ കണ്ടു എന്നാണ് പറയുന്നത്. ആ കാര്യങ്ങൾ നമ്പൂതിരിയെ ഞെട്ടിച്ചു. ആ ഞെട്ടിച്ചതോടുകൂടി തൻ്റെ വിശ്വസ്തനായ ഒരാളെ തൊട്ട് പിറ്റേ ദിവസം ആ നമ്പൂതിരി അവിടുന്ന് പറഞ്ഞു വിടുന്നു. അതാരെയാ? CJ റോയ്. അതാണ് സ്വന്തം വിശ്വസ്തനായിട്ട് നടക്കുന്ന ഒരാളെ പറഞ്ഞു വിടണം. തൊട്ട് മുമ്പത്തെ ദിവസം കാണരുതാത്ത സാഹചര്യത്തിൽ ഒരാളെ കണ്ടു. ഈ കാര്യം ഇത് റെയ്ഡ് നടത്തിയ കമ്മീഷണർ വിളിച്ച് നമ്പൂതിരി എടുത്ത് പറഞ്ഞു. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. തുടർന്ന് ഈ നമ്പൂതിരി ഇയാളെ പറഞ്ഞു വിടാനായിട്ട് പോകുന്നതിന് മുമ്പ് നമ്പൂതിരി ഇയാളെ തൻ്റെ ബിസിനസ് പാർട്ണറാക്കിയിരുന്നു. കാരണം ഉദ്യോഗത്തിലെ മികവ് കൊണ്ട് ഓരോ മേഖലയിലും ഇയാൾ കമ്പനിയോട് കാണിക്കുന്ന ആത്മാർത്ഥത കൊണ്ട്, കൂടാതെ ഭാര്യയുടെ വലിയ പിന്തുണ. അപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് ചേട്ടാ അതൊന്ന് ചെയ്യണേ, അല്ലെ അയാളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു ഫാമിലിയിലും അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഈ ഭാര്യയുടെ വിശ്വാസം കൂടുതൽ ആർജിച്ചപ്പോൾ എപ്പോഴോ നമ്പൂതിരിക്ക് ചില സംശയങ്ങൾ എവിടെയൊക്കെ തോന്നിയിരുന്നു. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, വ്യക്തതയില്ല. എന്തായാലും ഈ സംഭവത്തിൽ നിന്ന് ഇയാളെ പിരിച്ചുവിടുമ്പോൾ റോയിയെ ഇയാൾ ബിസിനസ് പാർട്ണറാക്കി. നമ്പൂതിരി ബിസിനസ് പാർട്ണറാക്കി തന്നെ ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യിക്കാതെയാണ്, ഒരു വിയർപ്പ് മൂലധനം എന്നൊക്കെ രീതിയിലുള്ള ഈ പാർട്ണറാക്കി. അപ്പോൾ പാർട്ണർഷിപ്പ് പിരിയുമ്പോൾ എന്ത് സംഭവിച്ചു? റോയി പറഞ്ഞു എനിക്ക് എൻ്റെ അവകാശം വേണമെന്ന്. എന്തവകാശമാണ്? ഒരു പൈസയും മുടക്കാത്ത റോയിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ നമ്പൂതിരി രേഖകളെല്ലാം പരിശോധിച്ചപ്പോൾ നമ്പൂതിരി റോയിയെ കൊണ്ട് വാങ്ങിയിരിക്കുന്ന മുഴുവൻ സ്ഥലവും റോയിയുടെ പേരില്ല. അത് ഇന്ന് വരെ നമ്പൂതിരിക്കോ ക്രിസ്റ്റൽ ഗ്രൂപ്പിനോ അറിയില്ലായിരുന്നു. ആ സ്ഥലം മുഴുവൻ ഇയാൾക്ക് വേണമെന്ന് പറയുന്നു. കൂടാതെ അവിടെയുള്ള പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകൾ, പ്രധാനപ്പെട്ട ഓഫീസുകളൊക്കെ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഈ ശല്യം അങ്ങ് തീരട്ടെ എന്ന് വെച്ചായിരിക്കാം ഒരു പക്ഷേ നമ്പൂതിരി ഇതെല്ലാം കൊടുത്തത്. അപ്പോൾ വലിയൊരു തുക ആർക്ക് കിട്ടി? ഈ റോയിക്ക് കിട്ടി. അപ്പോൾ റോയി ഒരു പുതിയ കമ്പനി തുടങ്ങുവാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നോ? പണം, ഈ വിമാനം വാങ്ങാനുള്ള പണം വന്നോ? അപ്പൊ എവിടെ നിന്ന് വരുന്നു ഈ പണമൊക്കെ? നമ്പൂതിരിയുടെ പണം, അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഉപയോഗിക്കാൻ വിധിച്ചത് CJ റോയിക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു വലിയ ചതിയുടെ കാര്യം കൂടിയാണ് തുറന്ന് കാണുന്നത്. ഇവിടെ രണ്ട് തരത്തിലാണ് ആ മനുഷ്യനെ ചതിച്ചിരിക്കുന്നത്. ഈ നമ്പൂതിരി എന്ന് പറയുന്ന ആ മനുഷ്യനെ ചതിച്ചിരിക്കുന്നത് രണ്ട് തരം. ഒന്ന് വിശ്വാസത്തിന്റെ പേരിൽ, രണ്ട് കൂടെ നിന്നിട്ട്, നമ്മൾ ഈ നാടൻ ഭാഷയിലൊക്കെ പറയാം, അതിപ്പോൾ പറയുന്നില്ല എന്നുള്ളതാണ്, കൂടെ നിന്നിട്ട് ചതിക്കുന്ന ഒരു രീതി. ഈ രണ്ട് തരത്തിലാണ് അദ്ദേഹത്തെ ചതി. മറ്റൊന്ന്, ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ CJ റോയിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ
റെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ കുറേ രേഖകൾ കിട്ടും. ആ രേഖകൾ മുഴുവൻ നമ്പൂതിരിയുടെ പല വസ്തുക്കളുടെയും പല കെട്ടിടങ്ങളുടെയും ഇതിൻ്റെ രേഖകളാണ്. അത് മുഴുവൻ തിരിച്ചു കൊടുത്താൽ ഒരുപക്ഷെ ഇനിയുള്ള കാലം അദ്ദേഹത്തിന് കടങ്ങളൊക്കെ വീട്ടി സ്വസ്ഥമായി ജീവിക്കാം. ഈ കടങ്ങൾ വീട്ടുന്നതിന് ഒരു കാര്യം കൂടെ മനസ്സിലായി, എങ്ങനെ കടങ്ങളുണ്ടായി? അതായത് CJ റോയ് അവിടുന്ന് പിരിച്ചു വിടുമ്പോൾ CJ റോയ് പറയുന്നുണ്ട്, നിങ്ങളുടെ സ്ഥാപനത്തെ ഞാൻ തകർക്കും. അതാണ് ആ തകർക്കാൻ വേണ്ടിയിട്ടാണ് കള്ളപ്പേരിൽ മുഴുവൻ ആസ്തികളും മുഴുവൻ സ്വത്തുകളും ഒക്കെ ഈ റോയ് കൊണ്ടുവന്നത്. അപ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് ഒരു വലിയ വ്യവസായി, ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിന് ഉടമയൊക്കെ ആണെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെകഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചീഞ്ഞു നാറിയ കഥകളുണ്ടാവും, കുറച്ച് മറ്റുള്ളവരെ പറ്റിച്ചതിൻ്റെയും ചതിച്ചതിൻ്റെയും കഥകളുണ്ടാവും. ഇപ്പോൾ തന്നെ പറഞ്ഞതും അതിന് സമാനമായ കാര്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക് സിരിജി, നമ്മൾ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കുറിച്ച് പണ്ടെപ്പോഴും കേട്ട് മറന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഇത്രയും വർഷം വരെ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ CRI അല്ല, KRI ആണ്. കൃഷ്ണൻ നമ്പൂതിരിയുടെ. പിന്നെ ഈ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ലത തിരിച്ചിടുന്നതാണ്. അതെ, പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ അവരെ ലതാ നമ്പൂതിരി എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ പേരിനി അതല്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ ആയിരിക്കാം, ഇനി എവര് വിളിക്കുന്നത് ആ പേരായിരിക്കില്ലായിരിക്കും, എനിക്കറിയില്ല. ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഈ റോയ് ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇപ്പോഴും അദ്ദേഹം മരിച്ചത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. മരണം അത് ആ കുടുംബത്തിന്റെ ഒരു വലിയ നഷ്ടം തന്നെയാണ്. അത് അവരുടെ വേദനയോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുകയും ചെയ്തു. പക്ഷേ ഈ റോയ് മരിച്ചതിന് ശേഷമാണ് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നടന്ന ചതിയെക്കുറിച്ചും അവരിപ്പോഴും പിന്നെ എന്താ പറയുക, കടത്തിന്മേൽ കടവും കയറി സ്വസ്ഥമായ ജീവിതവും ഇല്ലാതെ വസ്തുക്കൾ വിൽക്കാൻ കഴിയാതെ വല്ലാത്തൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. കാരണം ഇന്നലെ ഒരാൾ ഫേസ്ബുക്കിൽ വന്നിട്ട് ഈ 150 കോടി ഉള്ള ഏതെങ്കിലും മുതലാളി ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ സഹായിച്ചാൽ അവർക്ക് 300 കോടിയായി തിരിച്ചു കിട്ടും, അദ്ദേഹത്തിന് കടങ്ങളൊക്കെ തീരുമെന്നൊക്കെ വന്ന് പറയുന്ന കേട്ടോ. അപ്പോൾ അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടും വേദനയും ലോകം അറിഞ്ഞത് ഇതിലൂടെയാണ് അല്ലേ? കാരണം ഇദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഇത് പറയാൻ എല്ലാവർക്കും ഒരുപക്ഷെ ഭയമായിരിക്കാം. കാരണം 10-15 ബോഡി ഗാർഡിനെയൊക്കെ കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. അവരെയൊക്കെ കണ്ടാൽ തന്നെ ഭയപ്പെടും ആ ബോഡി ഗാർഡ്. അപ്പൊ അത്തരത്തിൽ ഇദ്ദേഹം പിന്നെ ഡോൺ ആണെന്ന് പലരും പറയുന്നു, നമുക്കറിയില്ല. ഇദ്ദേഹം പിന്നെ എന്താ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പിന്തുണ ഇതുപോലുള്ള ആളുകൾ പറയുന്നുണ്ട്. ഇദ്ദേഹം വലിയ ഡോൺ ആണെന്നൊക്കെ പറയുന്നത്. അതിലെ കാര്യം നമുക്കറിയില്ല. ചില ഒരു IAS ഉദ്യോഗസ്ഥൻ മരിച്ചതുമായൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോഴും പിന്നെ തമിഴ്നാട്ടിൽ ചില ആരോപണങ്ങളൊക്കെ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നു എന്നൊക്കെ ചില പത്രങ്ങളും ചില ആളുകളും ഒക്കെ പറയുന്നു. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. പക്ഷേ ഈ KK നമ്പൂതിരി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം അനുഭവിച്ച ഇത്രയും വർഷം 2005 മുതൽ 2026 വരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദനയുണ്ട്. അതിനൊരു അവസാനം കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട എല്ലാ സ്വത്തുക്കളും അത് തിരിച്ചു കിട്ടണം. ഇതിലും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കർമ്മഫലം അത് അനുഭവിച്ച് തന്നെ തീരണം. ബ്രാഹ്മണ ശാപം എന്നൊന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും പലതും അവസാന കാലഘട്ടത്തിലെങ്കിലും അനുഭവിക്കാൻ കഴിഞ്ഞത്. ഈ ശാപങ്ങൾ പിന്തുടർന്നത് കൊണ്ടാണ്. ചിലർ വിശ്വസിക്കാം, ചിലർ വിശ്വസിക്കാതിരിക്കാം. പക്ഷേ ചതിച്ചെന്ത് നേടിയാലും അത് നമുക്ക് എന്താ പറയുക, അനുഭവിക്കാൻ യോഗമുണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത്. നമുക്ക് അയാളെ മോശക്കാരനുമാക്കണ്ട, നല്ലവനുമാക്കണ്ട. പക്ഷേ അയാളിലൂടെ ഒരു കുടുംബം ശിഥിലമായിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസ് തകർന്നിട്ടുണ്ടെങ്കിൽ അതിനെ മറുപടി CJ റോയിയുടെ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറകൾ നൽകിയേ മതിയാവും. അല്ല, ഇവിടെ ഇപ്പം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും അനാവശ്യമായിട്ട് ഇത് CJ റോയിയുമായിട്ട് നമ്പൂതിരിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു സുഹൃത്ത് പറഞ്ഞ ഓഡിയോ ശബ്ദം, അത് പ്രേക്ഷകർ കേട്ടാണല്ലോ, അത് നമ്മൾ അത് കേട്ടിട്ടാണ്. അപ്പോൾ അതിനകത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടു, അല്ലാതുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമ്മളും അതിനപ്പുറത്തേക്ക് പറഞ്ഞില്ല. അപ്പോൾ നമ്മളെ ഒന്ന് തെറി വിളിക്കാനോ നമ്മളെ ഒന്ന് അപകീർത്തിപ്പെടുത്താനോ ശ്രമിക്കുന്നവർ അതുകൂടി ഒന്ന് കേൾക്കണം. കാരണം ഇവിടെ CJ റോയിയെ വെളുപ്പിക്കാനും ശ്രമിക്കുന്നില്ല, നമ്മൾ കറുപ്പിക്കാനും ശ്രമിക്കില്ല. പക്ഷേ CJ റോയി കാരണം ഒരു ബിസിനസ് സാമ്രാജ്യം തകർന്നിട്ടുണ്ടെങ്കിൽ, ഒരു കുടുംബം ശിഥിലമായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഇയാൾ തന്നെയാണെന്ന് ഒന്നുകിൽ അവരുടെ കുടുംബം സമ്മതിക്കണം, അല്ലെങ്കിൽ ഇയാളുടെ ബിസിനസ്സുകാരനെ നോക്കുന്ന MD സമ്മതിക്കണം. അത്തരം കാര്യങ്ങൾ ഈ കുടുംബമോ അല്ലെങ്കിൽ ഈ തകർന്നു പോയ കുടുംബത്തിലുള്ളവരോ ഒക്കെ ഇനി പുറത്ത് വന്ന് പറയുന്ന കാലം വിദൂരമല്ല. അല്ല, ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സത്യത്തിൽ EDയോടും IT വിഭാഗത്തോടും ഇപ്പോഴാണ് ബഹുമാനം തോന്നുന്നത്. കാരണം ഒരു മനുഷ്യൻ കാലാകാലങ്ങളായി നീറി ജീവിക്കുന്നുണ്ട്. ഇതോടുകൂടി അദ്ദേഹത്തിന്റെ ആ നീറ്റലിന് എന്തെങ്കിലും ഒരു ശമനം കിട്ടുമെങ്കിൽ EDക്കും IT വിഭാഗത്തിന് അവിടെ റെയ്ഡ് നടത്താൻ തോന്നിയതിന് വളരെ നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.